ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സിൻ്റേതാണ്. അപ്പോൾ സ്കൂളൊക്കെ വിട്ടിട്ട് മക്കളൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആയത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇതിനൊരു മസാല തയ്യാറാക്കണം. അതിനായിട്ട് ഇതാ പാൻ അടുപ്പത്ത് വെച്ചിന് അതിലേക്ക് 2 ഉള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഉള്ളിയെല്ലാം ഒന്ന് നല്ലോണം ഒന്ന് വാടി വന്നിട്ടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളിയുടെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടി ഇട്ട് അതിൻ്റെ പച്ചമണമെല്ലാം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കലാന്ന്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് മസാല പൗഡർ ചേർക്കാം. ഞാനിവിടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല മാത്രമാണ് ഇട്ടുന്നത്. അപ്പോൾ എല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി വെക്കാം. ഇനിയിപ്പോൾ വേണ്ടുന്നത് ഇതുപോലെ 4 ബ്രെഡ് വേണം. അത് ഇതുപോലെ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് മൊത്തം വെള്ളം ഒന്ന് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഞാൻ ഈ മസാലക്ക് 4 സ്ലൈസ് ബ്രെഡാണ് എടുക്കുന്നത്. അപ്പോൾ ആപ്പിലേക്ക് ഉള്ളിയെല്ലാം നല്ലോണം വാടി വന്നതിന് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കന് ഫ്രൈ ചെയ്തിട്ട് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ടതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കൂടി കട്ട് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിലെല്ലാം ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടി നോക്കുക. ഇനിയിപ്പോൾ നമ്മൾ വെള്ളത്തിൽ മുക്കിയിട്ട് മാറ്റി വെച്ച ബ്രെഡ് കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ടെടുക്കലാന്ന്. അപ്പോൾ മസാലയിൽ മൊത്തത്തിൽ ആകുന്ന വിധത്തിലൊന്ന് നല്ലോണം തന്നെ ഒന്ന് ഇളക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ മൊത്തത്തിൽ തന്നെ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് ഉരുട്ടിയിട്ടെടുക്കുക. നമ്മൾ ബോണ്ടയെല്ലാം ചുടാൻ വേണ്ടിയിട്ട് ഉരുട്ടിയെടുക്കുന്നില്ല, അത്ര വലുപ്പത്തിൽ മൊത്തത്തിൽ ഞാൻ ഉരുട്ടിയെടുക്കലാന്ന്. അപ്പോൾ നമ്മൾ ബ്രെഡ് ഇട്ടുകൊണ്ട് തന്നെ ഇങ്ങനെ ഉരുളിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വലിയ പണിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ മൊത്തത്തിൽ ഞാനൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടുന്നതൊരു ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് മൈദപ്പൊടിയും കടലമാവും ഞാൻ പകുതിയായിട്ടാണ് എടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ഇട്ടിട്ടൊന്ന് കലക്കിയിട്ടെടുക്കലാന്ന്. നമ്മൾ ബജിയെല്ലാം ആക്കാൻ വേണ്ടിയിട്ട് കലക്കില്ലേ, ആ ഒരു ടെക്സ്ചറിലൊന്ന് കലക്കിയിട്ടെടുക്കലാന്ന്. ഇനിയിപ്പോൾ ഞാൻ നല്ല ചൂടായ എണ്ണയിലേക്ക് ഓരോന്നിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കലാന്ന്. അപ്പോൾ നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്യുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നല്ലോണം മുങ്ങി കിടക്കാത്തതുകൊണ്ട് തന്നെ ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ഓയിൽ ഇതിൻ്റെ മുകളിലേക്ക് അങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കലാന്ന്. അപ്പോൾ ഇങ്ങനെ തിരിച്ചു മറിച്ചിലിട്ടിട്ട് മൊത്തം 2 ഭാഗവും നല്ല ഗോൾഡൻ കളറാകുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഫസ്റ്റ് ബാച്ച് ഞാൻ കോരിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതും കൂടി ഇതുപോലെ തന്നെ ഒന്ന് പൊരിച്ചിട്ടെടുക്കലാന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. മസ്റ്റായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഫസ്റ്റ് ഞാനും ഇത് കണ്ടപ്പോൾ ഉണ്ടാക്കിയ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല, ഓയിൽ കുടിക്കുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ അങ്ങനെയൊന്നുമല്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഓയിലൊന്നും ഒട്ടും കുടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.